PSC സഹചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരി 25 നടത്തിയ 10th പ്രിലിംസ് സ്റ്റേജ് 3യുടെ മാത്സ് എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴികളാണ് നമ്മളിവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. 33 15 പ്ലസ് 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു ബ്രാക്കറ്റ് 12 ഡിവൈഡ് ബൈ 3 മൈനസ് 10 കണക്കാക്കുക. ഇത് ബോഡ്മാസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോഡ്മാസിന്റെ ഫുൾ ഫോം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ വേണം നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ഒരു 4 സ്റ്റെപ്പിലായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ബ്രാക്കറ്റിലുള്ളതായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് 12 ഡിവൈഡഡ് ബൈ 3 ആണ്. അത് 4 ഉത്തരം വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ അത് 12 3 ആ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് അതിന് പകരം 4 എഴുതി. ബാക്കിയല്ല അതുപോലെ സംഖ്യകളും ചിഹ്നങ്ങളും അതുപോലെ ഇറക്കി എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞാൽ പിന്നെന്താണ്? അടുത്തത് ഡിവിഷൻ ആണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഡിവിഷൻ ഇവിടെ വരുന്നത് 33 ഡിവൈഡഡ് ബൈ 11 ആണ്. 33 ഡിവൈഡഡ് ബൈ 11 3 എന്ന് ഞാൻ സ്റ്റെപ്പ് 2 മാറ്റി എഴുതി. ബാക്കി സംഖ്യകൾ 15 4 10 താഴത്തോട്ട് ഇറക്കി എഴുതി. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതി? നമുക്കറിയാം ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനത്തിനാണ്. അപ്പം 3 ഇൻറ്റു 4 ഞാൻ മാറ്റി എന്താക്കി എഴുതി? 12 എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ 15 10 താഴത്തോട്ട് ഇറക്കി എഴുതി. ഇനി പ്ലസിനാണ് അല്ലെങ്കിൽ അഡീഷൻ ആണ്, കൂട്ടലാണ് ചെയ്യേണ്ടത് ആദ്യം. 15 12 കൂട്ടി 27 എഴുതി. 10 താഴത്തോട്ട് ഇറക്കി എഴുതി. പിന്നെ 27 മൈനസ് 10 അതൊരു മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം നമുക്കറിയാം ഉത്തരം 17 കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ. ഈ 36 സ്ക്വയറിനെ 36 ഇൻറ്റു 36 എഴുതാം. അതേമാതിരി 6 സ്ക്വയറിനെ 6 ഇൻറ്റു 6 എഴുതാം. ഇനി എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാൻ നല്ലൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാനും മതി. ഞാനിവിടെ വെട്ടിച്ചെറുതാക്കലാണ് ചെയ്യുന്നത്. അതിന് താഴത്തുള്ള ഒരു 6നെ മേലുള്ള ഒരു 36നെ കൊണ്ട് വെട്ടി എന്നിട്ട് 6 എഴുതി. കാരണം 36 6 താഴത്തുള്ള 6 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകുന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ 36നെ താഴത്തുള്ള രണ്ടാമത്തെ 6നെ കൊണ്ട് വെട്ടിയിട്ട് മേലുള്ള 36ന്റെ ഒരു 6 കൂടി എഴുതി. ഓക്കെ, കാരണം വലിയ സംഖ്യ 36 ആണല്ലോ. അപ്പൊ അവിടെയാണ് 6 എന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ മേലെ നമുക്ക് എന്താ ബാക്കിയുള്ളത്? 6 ഇൻറ്റു 6 വരും. താഴത്ത് 1 വരിക. അപ്പൊ അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 6 ഇൻറ്റു 6 എന്ന് മാത്രം എഴുതിയത്. അപ്പൊ അത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 36 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് ശരി. 35 റൂട്ട് ഓഫ് 0.444 3 ഡോട്ട് ഇട്ടുണ്ട്. അതായത് എക്സെട്ര എന്നാണ് വായിക്കുക. റൂട്ട് ഓഫ് 0.444 എക്സെട്ര. അതായത് ഈ 4 പേര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. അപ്പം ഇവിടെ നമുക്കൊരു നോട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു നോട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് 0.x x x എക്സെട്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു സംഖ്യ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു ഭിന്നസംഖ്യ ആക്കി എഴുതാൻ പറ്റും. അതായത് എക്സ് ഡിവൈഡഡ് ബൈ 9 എന്നാണ് എഴുതാൻ പറ്റുക. ഓക്കെ, ഇവിടെ എക്സിന് പകരം എന്ത് വരാം? 4 എന്ന് വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 2 വരാം, 5 വരാം. ഏത് 9 വരെയുള്ള ഏത് സംഖ്യയും വരാം. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യയും മാറി മാറി വരാം. അങ്ങനെ സംഖ്യകൾ വരുന്ന സമയത്ത് എക്സ് ബൈ 9 മാറ്റി എഴുതാം. ഇവിടെ 4 ആണ് തുടർച്ചയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിനെ 4 ബൈ 9 എന്ന് എഴുതാൻ പറ്റില്ലേ? അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സോ റൂട്ട് ഓഫ് 0.444 പകരം 4 ബൈ 9 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം 4ഉം 9ഉം സ്ക്വയർ ആണ്. അതിന്റെ റൂട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? അതിന് സ്ക്വയർ റൂട്ട് കിട്ടും. 4ന്റെ സ്ക്വയർ റൂട്ട് 2 വരും. 9ന്റെ സ്ക്വയർ റൂട്ട് 3 വരും. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 2 ബൈ 3. നമ്മൾ സന്തോഷിച്ചിട്ട് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷനിൽ 2 ബൈ 3 കാണുന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓപ്ഷനിൽ തന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉത്തരമായ 2 ബൈ 3 നമ്മൾ മാറ്റണം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? നമുക്ക് താഴെ 9 കൊണ്ട് 9 ആക്കണം. താഴത്തുള്ള 3നെ നമുക്ക് 9 ആക്കണം. അങ്ങനെ ആക്കണമെങ്കിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 2 ബൈ 3നെ 1 കൊണ്ട് ഗുണിക്കാം. 1 കൊണ്ട് ഒരു സംഖ്യനെ ഗുണിച്ചാൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുക അല്ലെ? അതുകൊണ്ട് ഞാൻ വെറുതെ ഇൻറ്റു 1 എന്ന് എഴുതി. ഇനി ആ 1നെ മാറ്റിയിട്ട് നമുക്ക് 3 ബൈ 3 എന്ന് എഴുതിക്കൂടെ അല്ലെ? 3 ബൈ 3 എന്ന് പറയുന്നത് വെട്ടി ചെറുതാക്കിയാൽ എന്താണ്? 1 തന്നെയാണ് ഉത്തരം.
മാറ്റം വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 2/3 ഇൻറ്റു 3/3 എന്ന് എഴുതിയാൽ. ഇനി ഞാൻ 3/3 എന്തുകൊണ്ട് എടുത്തത്? കാരണം എനിക്ക് ഛേദത്തിലുള്ള 3നെ മാറ്റിയിട്ട് 9 ആക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 3 × 3 എന്ന് എടുത്തത്. അതായത് 2/2 എന്ന് എനിക്ക് എഴുതായിരുന്നു, അല്ലെങ്കിൽ 4/4 എന്ന് എഴുതാം, 5/5 എഴുതാം. അതൊന്നും എഴുതാതെ ഞാൻ 3/3 എടുത്തത് ആ ഒരു സംഖ്യന്റെ ഛേദത്തിൽ 3 ആണ്. ആ ഒരു 3നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 9 കിട്ടുക എന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ 3/3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഉത്തരം കിട്ടും. 2 × 3 ഗുണിച്ചാൽ 6 കിട്ടും. അംശത്തിൽ ഞാൻ 6 എന്ന് എഴുതി. അതുപോലെ താഴത്തെ 3 × 3 ഗുണിച്ചാൽ 9 എന്ന് കിട്ടും. അപ്പൊ 6/9 നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. ഇനി നിങ്ങൾ നോട്ട് എന്ന് നമ്മൾ രണ്ടാമത്തെ വരിയിൽ എഴുതിയ നോക്കുക. 0.xxx എക്സെട്ര x/9. ഇത് നമുക്ക് തിരിച്ചും വായിക്കാം. x/9 നമുക്ക് എന്താക്കി മാറ്റാം? 0.xxx എക്സെട്ര അല്ലെങ്കിൽ 3 കുത്ത് അങ്ങനെ ആക്കി എഴുതാൻ പറ്റും. അതുപോലെ നമ്മുടെ 6/9 നമ്മൾ എങ്ങനെ ആക്കി എഴുതുകയാണ്? 0.666 എക്സെട്ര അല്ലെങ്കിൽ 3 കുത്തിട്ടിട്ട് ആക്കുകയാണ്. അതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 36 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.2 ഹോൾ സ്ക്വയർ എത്ര? ഇതിൽ നമുക്ക് ചെയ്യാൻ എളുപ്പവഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന സംഖ്യ എഴുതുക. അതിന്റെ കാൽക്കുലേഷൻ ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പൊ 1.5ന്റെ അകത്ത് ആ പോയിന്റ് ഒഴിവാക്കിയപ്പോൾ 15 കിട്ടി. 15ന്റെ സ്ക്വയർ എഴുതിയ ഇൻറ്റു 0.2ന്റെ അകത്ത് ആ പോയിന്റ് ഒഴിവാക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 0.2 എന്ന് കിട്ടും. 0 നമ്മൾ ഒഴിവാക്കും, 2 മാത്രം എഴുതുക. ആ 2ന്റെ സ്ക്വയർ എഴുതി ഇനി അത് ഗുണിക്കുക. 15ന്റെ സ്ക്വയർ 225ഉം 2ന്റെ സ്ക്വയർ 4ഉം അത് തമ്മിൽ ഗുണിക്കുമ്പോൾ 900 കിട്ടും. അത് അവിടെ വെക്കുക. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒഴിവാക്കിയ പോയിന്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഒരു സംഖ്യക്ക് ഒരു പോയിന്റ് ആണ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ വരുമ്പോൾ അതിനകത്ത് പോയിന്റിന് ശേഷം 2 സംഖ്യ വരും. ഓക്കെ, ഒരു സംഖ്യയിൽ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണെങ്കിൽ അതിന്റെ സ്ക്വയർ വരുന്ന സമയത്ത് പോയിന്റിന് ശേഷം 2 സ്ഥാനം വരും. ഓക്കെ, അപ്പൊ ആ ഒരു റൂളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പൊ 1.5ന് ശേഷം 1.5ന്റെ അകത്ത് പോയിന്റിന് ശേഷം 5 എന്ന് പറഞ്ഞ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ സ്ക്വയറിന്റെ അകത്ത് 2 സംഖ്യകൾ വരും. ഓക്കെ, അതുപോലെ 0.2ന്റെ അകത്ത് പോയിന്റിന് ശേഷം ഒരു സംഖ്യ 2 മാത്രമാണുള്ളത്. അപ്പം അതിന്റെ സ്ക്വയർ വരുമ്പോഴും പോയിന്റിന് ശേഷം 2 സംഖ്യ വരും. അതാണ് 2 ഡെസിമൽ പ്ലസ് 2 ഡെസിമൽ. അപ്പം ആകെ എത്ര ഡെസിമൽ വരും? 4 ഡെസിമൽ പോയിന്റ്സ് നമുക്ക് വേണം. അതായത് പോയിന്റിന് ശേഷം 4 ഡെസിമൽ 4 സ്ഥാനങ്ങൾ നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ 900 ആണുള്ളത്. അതിൻ്റെ അകത്ത് 3 സ്ഥാനമേ നിലവിലുള്ളൂ. അപ്പൊ 4ാമതൊരു സ്ഥാനം കൂടി നമ്മൾ കൊടുക്കണം. അത് നമ്മൾ എവിടെയാണ് കൊടുക്കുക? 9ന് തൊട്ട് മുന്നിലായിട്ടാണ് ഒരു 0 ഇട്ടിട്ടാണ് നമ്മൾ 4ാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്നിട്ട് അതിന് മുന്നേ ഒരു പോയിന്റ് ഇടുക. അപ്പം ഞാൻ അങ്ങനെ എഴുതി 0.0900 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം അതാണ്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരം നമുക്ക് എന്തിനകത്ത് കാണില്ല? ഓപ്ഷൻ്റെ അകത്ത് കാണില്ല. കാരണം എന്താണ്? ഈ പോയിന്റിന് ശേഷം ഒരു നമ്പർ വന്നു. ആ നമ്പറിന് ശേഷം മുഴുവനും 0 ആണെങ്കിൽ ആ പൂജ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. മുഴുവനും 0 ആവണം കേട്ടോ. അതായത് ഇവിടെ 0.09ന് ശേഷം 9ന് ശേഷം 2 0 ആണ്. അതായത് മുഴുവൻ 0 ആണ്. 2 ഉള്ളത് 2 0 ആണ്. അപ്പൊ 2 0 ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. ഉത്തരം 0.09 വന്നു. ഇനി നോക്കൂ, വേറൊരു എക്സാമ്പിൾ നോക്കൂ. 0.0901 ആണെന്ന് വിചാരിക്കുക. അവസാനത്തെ അക്കം 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ നടുക്ക് വരുന്ന 0നെ ഒഴിവാക്കാൻ പറ്റില്ല. 4 സംഖ്യ അതുപോലെ എഴുതണമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം 0.09. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 37 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വേഗം = ദൂരം ബൈ സമയം. ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ആ ഇക്വേഷൻ എഴുതാം. ആ വേഗം കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. എന്താണ് അതിന്റെ സമയം മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ വാല്യൂകൾ, ആ തന്നിട്ടുള്ള വാല്യൂകൾ അതേപോലെ തന്നെ ഇക്വേഷനിൽ കൊടുക്കാം. വേഗത്തിന്റെ അവിടെ 52 എന്ന് എഴുതി. ദൂരത്തിന് ഞാൻ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം വെറുതെ കൊടുത്തു. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയം 6 അതുപോലെ തന്നെ എഴുതി. ഇനി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഡിക്ക് താഴെയുള്ള 6നെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ താഴെ ഉണ്ടായിരുന്ന 6 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ? നേരെ എത്തും. ഓക്കെ, 52 × 6 വരും. 312 കിലോമീറ്റർ വരും. ഇനി 38ാമത്തത് 0,1,1,2,3,5,8 ഇത് തുടർച്ചയായി പോകുന്ന ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും.
ആദ്യത്തെ രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നത്. അങ്ങനെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ അതിന് തൊട്ടടുത്ത സംഖ്യ കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. 0+1 ആദ്യത്തെ രണ്ട് സംഖ്യകൾ കൂട്ടിയപ്പോൾ 1 കിട്ടി. അതാണ് മൂന്നാമതായിട്ട് എഴുതിയ 1. കോമട്ട് എഴുതിയാൽ മൂന്നാമത് വന്ന 1 അങ്ങനെയാണ് വന്നത്. ഇനി ആ രണ്ട് ഒന്നുകൾ കോമട്ട് എഴുതിയ രണ്ട് ഒന്നുകൾ നമ്മൾ കൂട്ടുമ്പോൾ ഇത് കിട്ടും, 2 എന്ന് കിട്ടും. അതാണ് നാലാമതായി കിട്ടിയ പദം 2 എന്ന് എഴുതിയത്. നമുക്ക് കോമട്ട് എഴുതിയത് 2 വന്നത് അങ്ങനെയാണ്. ഇനി അടുത്ത രണ്ട് സംഖ്യകളാണ് 2ഉം 3ഉം. അത് 2ഉം 3ഉം കൂട്ടുമ്പോഴാണ് അതിന്റെ തൊട്ടടുത്ത സംഖ്യ 5 കിട്ടുന്നത്. പിന്നെ 3ഉം 5ഉം കൂട്ടുമ്പോൾ 8 കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത സംഖ്യ എത്രയാണ് വരേണ്ടത്? 5+8. എത്ര ഉത്തരം വരുന്നത്? 13. 13 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 39. ഒരാള് 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? അതായത് ഒരു കച്ചവടക്കാരനാണ്. അപ്പൊ അയാള് ഒരു സാധനം വാങ്ങി, അത് 100% ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു സംഭവം എവിടെയെങ്കിലും എഴുതി വെക്കണം. നിങ്ങൾ വാങ്ങിയ വില 100% എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഈ 100% എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി എഴുതാം? അത് 1200 തുല്യമാണ്. ഓക്കെ, അതാണ് ഞാൻ രണ്ടാമത്തെ വരിയിൽ എഴുതിയത്. 100% ആരോട്ടിട്ട് 1200 തുല്യമാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. കാരണം വാങ്ങിയ വില എന്ന് അവിടെ പറയുന്നുണ്ട് 1200 രൂപയാണെന്നുള്ളത്. ഇനി നമുക്കറിയാം, ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വാങ്ങിയിട്ട് അതിന് എത്രയാണോ ലാഭം വേണ്ടത് അതും കൂടി ആ വിലന്റെ കൂടെ കൂട്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുക? വിൽക്കുക. ആ വിലയാണ് വിറ്റ വില എന്ന് പറയാം, അല്ലെ? ആ ഡിസ്കഷനാണ് ഞാൻ മൂന്നാമത്തെ വരിയിൽ എഴുതിയത്. അപ്പൊ ആ വിറ്റ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പം ലാഭം എത്രയാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 12%. അത് ഞാൻ നേരെ ലാഭത്തിന് താഴെ എഴുതി. പ്ലസ് വാങ്ങിയ വില 100% ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അങ്ങനെ നമ്മൾ എടുക്കണം എന്നുള്ളത്. ആ 100% അവിടെ എഴുതി. ഇപ്പൊ 12% പ്ലസ് 100% എത്ര? 112%. അതാണ് വിറ്റ വിലന്റെ ശതമാനം ടോട്ടൽ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 112% എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് മാറ്റണം. അതിനുള്ളത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വരിയിലേക്ക് നോക്കാം. 100% എന്ന് പറയുന്നത് 1200 രൂപയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? അത് എന്താണ് നിങ്ങൾക്ക് കണ്ട ഞാൻ എഴുതിയത് കാണാം. 1% ഒരു അരമാർക്ക് ഇട്ടിട്ട് 1200. ആ 100നെ ഇടത് ഭാഗത്തുള്ള 100നെ ഞാൻ താഴത്തോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ, 1200 ഡിവൈഡഡ് ബൈ 100ആയി. ആരോന്റെ അപ്പുറത്തേക്ക് 100നെ കൊണ്ടുപോകുമ്പോൾ 1200/100 ആയി. അതാണ് 1%. അതായത് 1200/100 എത്രയാണ്? 12. അത് നിങ്ങൾക്കറിയാം, നമുക്കറിയാം 100% എന്ന് പറയുന്നത് 1200 ആണെങ്കിൽ 1% 12 ആണെന്ന് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എന്നാലും വലിയ വലിയ കണക്കുകളൊക്കെ വരുമ്പോൾ, വലിയ വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. 1%ത്തിലേക്ക് മാറ്റാം. അത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ ആരോന്റെ രണ്ട് സൈഡിലും 112%, 112 കൊണ്ട് എന്ത് ചെയ്യാം? ഗുണിക്കാം. കാരണം 112ന്റെ എത്ര വാല്യൂ എന്നാണ് നമുക്ക് കാണേണ്ടത്. എത്ര രൂപയാക്കണം, അല്ലെ? എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 112 രണ്ട് സൈഡ് കൊണ്ട് ഗുണിക്കുമ്പോൾ 112% ആരോ 1200 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 112 എന്ന് വരും. ഇനി 1200ന്റെ 2 പൂജ്യം, താഴത്തുള്ള 100ന്റെ 2 പൂജ്യം ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ആ 12നെ 112 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1344 രൂപ കിട്ടും. അതാണ് 112%-ത്തിന് തുല്യമായ രൂപ, അല്ലെങ്കിൽ അതാണ് വിറ്റ വില എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി 1344 രൂപ. ഈ 40ാമത്തെ ചോദ്യം 2/1/2 മൈനസ് 1/8 മൈനസ് 1/6 ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ സംഖ്യ 2/1/2 എന്ന് പറയുന്ന ഒരു വിഷമ ഭിന്നമാണ്. അതിനെ നമ്മൾ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റണം. അതെങ്ങനെയാ മാറ്റാം? താഴത്തുള്ള 2നെ സൈഡിലുള്ള 2 കൊണ്ട് ഗുണിക്കാം, പ്ലസ് മേലുള്ള 1 കൊണ്ട് കൂട്ടുക. ഓക്കെ, എന്നിട്ട് താഴത്തുള്ള 2 അതുപോലെ എഴുതാം. അതായത് 2 ഇൻറ്റു 2 4 പ്ലസ് 1 5 വരും. ആ 5നെ ഞാൻ മേലെ എഴുതി. ആദ്യത്തെ വരി നോക്കണം, ഞാൻ എഴുതിയ 5 എന്ന് അങ്ങനെയാണ് കിട്ടിയത്. ഇനി താഴത്തുള്ള 2 അതുപോലെ എഴുതി. 5/2 അതിനെ 2/1/2 ഞാൻ 5/2 മാറ്റി എഴുതി. ഇനി ബാക്കിയുള്ള സംഖ്യകൾ 1/8 1/16 അതുപോലെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചേർത്തിലുള്ള 3 സംഖ്യകളുണ്ട്, 2, 8, 16. ഇതെല്ലാം 2ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 16, അതിലെ ഏറ്റവും വലിയ സംഖ്യ 16 ആണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള 2 സംഖ്യയും കൂടി 16 ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൂത്രപ്പണിയാണ് ചെയ്തു വെക്കുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1/16 അതേപോലെ തന്നെ ഇറക്കി എഴുതി. ബാക്കിയുള്ള 2 സംഖ്യകളില്ലേ, 5/2
1/8 അതിന്റെ കൂടെ ഇൻറ്റു 1 എന്ന് എഴുതി. രണ്ടാമത്തെ വരി നോക്കിയാൽ മനസ്സിലാവും. 5/2 കൂടി 1/8 കൂടി ഇൻറ്റു 1 എന്ന് എഴുതി. കാരണം ആ ഒരു സംഖ്യനെ ഒന്നുകൊണ്ട് വിളിച്ചാൽ അത് തന്നെയാണ് കിട്ടുക, വ്യത്യാസമൊന്നുമില്ല, മാറ്റങ്ങളൊക്കെ ഇല്ല. അതുകൊണ്ട് അത് എഴുതി വെച്ചു. ഇനി എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിനെയും മറ്റിനെയും മാറ്റിയിട്ട് അതിനെ 16 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള പണിയാണ് ഞാൻ മൂന്നാമത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നോക്കിയാൽ മനസ്സിലാവും. 5/2 കൂടെ ഈ 1 മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 8/8 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതിയാലും എനിക്ക് ആ ഒരു സംഖ്യയുടെ താഴത്ത് 2 × 8 ചെയ്യുമ്പോഴാണ് 16 കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ 8/8 1 മാറ്റിയിട്ട് എഴുതിയത്. ഓക്കെ, ഇനി അതുപോലെ 1/8 കൂടെ ഞാൻ 1 മാറ്റിയിട്ട് എന്താക്കി എഴുതി, 2/2 എന്ന് എഴുതി. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൂ എനിക്ക് എന്ത് കിട്ടുക, താഴത്ത് 8 × 2 16 ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ സ്റ്റെപ്പിൽ നോക്കാം. അംശത്തിലുള്ള 5 × 8 ഗുണിച്ച് 40 എഴുതി, താഴത്തുള്ള 2 × 8 ഗുണിച്ചിട്ട് 16 എഴുതി, മൈനസ് മേലുള്ള 1 × 2 ഗുണിച്ച് 2 എഴുതി, താഴത്തുള്ള 8 × 2 ഗുണിച്ച് 16 എഴുതി, മൈനസ് 1/16 ഇറക്കി എഴുതി. നിങ്ങൾക്ക് കാണാം മൂന്ന് സംഖ്യയും ഛേദം ഒരുപോലെയാണ്, 16 16 16. അങ്ങനെ വരുന്ന സമയത്ത് എന്താക്കാൻ പറ്റും, ഇതിനെല്ലാത്തിനും കൊണ്ട് ഒറ്റ ഛേദാക്കി എഴുതാൻ പറ്റും. 16 എഴുതാം, എന്നിട്ട് നേരെയുള്ള സംഖ്യകളിലൊക്കെ എഴുതി ചെയ്താൽ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പം 40 - 2 - 1 അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 40 - 3 37/16 കിട്ടും. ഓക്കെ, ഈ 41ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ഇതിനകത്ത് നമുക്ക് ഓരോന്നും എടുത്ത് എഴുതാം. ഇതിനകത്ത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ആദ്യം പറയുന്നത്, അത് എണ്ണം = 35 എഴുതി. പിന്നെ അവരുടെ ആ 35 കുട്ടികളുടെ ശരാശരി എത്രയാണ് എഴുതിയെടുത്തിട്ടുണ്ട്. ശരാശരി = 11 എഴുതിയിട്ടുണ്ട്. ഇനി ടീച്ചറും കൂടി വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ 35 പ്ലസ് ടീച്ചറും, പുതിയ എണ്ണം എത്രയായി, 36. അതാണ് പുതിയ എണ്ണം = 36 എന്ന് എഴുതിയത്. പിന്നെ പുതിയ ശരാശരി = 12 എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം 11 ആയിരുന്നു ശരാശരി വയസ്സ് 35 കുട്ടികളെ. അപ്പൊ ടീച്ചറും കൂടി വന്നപ്പോൾ 36 ആൾക്കാരെ. ആ 36 ആൾക്കാരെ പുതിയ 36 ആൾക്കാരുടെ ശരാശരിയാണ് 12 എന്നുള്ളത്. അതാണ് പുതിയ ശരാശരി = 12 എന്ന് എഴുതി വെച്ചത്. ഇനി വേണ്ടത് നമുക്ക് ശരാശരിയിലുള്ള വ്യത്യാസമാണ്. ആദ്യം 11 ആയിരുന്നു, പിന്നെ പുതിയൊരാളും കൂടി വന്നപ്പോൾ, അല്ലെ പുതിയൊരു ടീച്ചറും കൂടി വന്നപ്പോൾ ശരാശരി എത്രയായി, 12 ആയി. അത് തമ്മിലുള്ള വ്യത്യാസം 12 - 11 = 1. അതാണ് അവിടെ എഴുതി വെച്ചത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പുതിയ ആളുടെ വയസ്സ്. ഇവിടെ പുതിയ ആളെന്ന് പറയുന്നത് ടീച്ചറാണ്. പക്ഷെ ചിലപ്പോൾ ടീച്ചർ എന്നായിരിക്കില്ല പറയാം, ചിലപ്പോൾ വേറെ ഒരു കുട്ടി വന്നു എന്നായിരിക്കും പറയാം. അതുകൊണ്ട് നിങ്ങൾ പുതിയ ആളെന്നുള്ള മനസ്സിലാക്കിയാൽ മതി. പുതിയ ആളുടെ വയസ്സ് = ആ ചോദ്യത്തിൽ അതാണല്ലോ ചോദിക്കുന്നത്, ടീച്ചറുടെ വയസ്സ്, അല്ലെങ്കിൽ പുതിയ ടീച്ചറുടെ വയസ്സ്, അല്ലെങ്കിൽ പുതിയ കുട്ടിയുടെ വയസ്സ് ഇത് കാണുന്നതാണ്. അപ്പം പുതിയ ആളുടെ വയസ്സ് = ശരാശരി പ്ലസ് ഓർ മൈനസ് എന്നാട്ടോ അത് എഴുതിയത്. പ്ലസ് ഓർ മൈനസ്, അത് പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ബ്രാക്കറ്റിൽ പുതിയ എണ്ണം ഇൻറ്റു ശരാശരി വ്യത്യാസം. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ശരാശരി എത്രയാണ്, 11. പുതിയ എണ്ണം എത്രയാണ്, 36. ശരാശരി വ്യത്യാസം എത്രയാണ്, 1 അല്ലെ. അതെല്ലാം ഞാൻ ഇതിനകത്ത് മാറ്റി എഴുതി. പിന്നെ നിങ്ങൾക്ക് സംശയമുള്ള ഒരു ഭാഗം, ഈ പ്ലസ് ഓർ മൈനസിൽ പ്ലസ് ആണോ മൈനസ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പ്ലസ് ആണ് കൊടുത്തത്. കാരണം എന്താണ്, ആദ്യം ഉണ്ടായിരുന്ന വയസ്സ് 11 ആയിരുന്നു. അതിൻ്റെ അകത്ത് പുതിയൊരാളോട് വന്നപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. അതായത് 11 - 12 കൂടി. അങ്ങനെ കൂടുകയാണെങ്കിൽ പ്ലസ് കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്ലസ് കൊടുത്തത്. ഇനി എപ്പോഴാണ് നമ്മൾ മൈനസ് കൊടുക്കേണ്ടത്? അപ്പൊ അവിടെ ടീച്ചർക്ക് വേറെ ഒരു വെയിറ്റ് കുറഞ്ഞ ഒരു വയസ്സ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത് വിചാരിച്ചോ ക്ലാസ്സിൽ. അപ്പം ആ കുട്ടീന്റെ അപ്പൊ എന്താ ചെയ്യാം, ചിലപ്പോൾ അവരുടെ ശരാശരി വയസ്സ് 11 10 കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനെ ശരാശരി വയസ്സ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് ആണ് ആ ഇക്വേഷൻ നടുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശരാശരി വയസ്സ് 11 - 12 കൂടി, ശരാശരി 11 - 12 കൂടിയതുകൊണ്ട് പ്ലസ് കൊടുത്തു. അപ്പൊ 11 + 36 × 1. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം നമ്മൾ ചെയ്തു. 36 × 1 36. 11 + 36 കൂട്ടുമ്പോൾ 47. ഓപ്ഷൻ സി 47 ആണ് ഉത്തരം വരുന്നത്. 42ാമത്തെ ചോദ്യം. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക.
ഇതിൽ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ നമ്മൾ കോമ ഇട്ടിട്ട് എഴുതി വെക്കുക. 1, 3, 5, 7, 9. ഇനി എന്ത് ചെയ്യുക, അതിനെ അങ്ങനെ ഒരു എൽ ഷേപ്പിനുള്ളിലേക്ക് ഒരു വര വരയ്ക്കുക, എല്ല് പോലെ വരയ്ക്കുക അതിന് താഴെയായിട്ട്. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 1. ഈ സ്റ്റെപ്പ് 2 എന്താണ്? ഈ 5 സംഖ്യകൾ 1, 3, 5, 7, 9 പൊതുവായിട്ട് പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യകൾ ഉണ്ടോ നോക്കുക. പൊതുഗുണിതമുള്ള സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അങ്ങനെയുള്ള 2 സംഖ്യകളാണ് 3ഉം 9ഉം. 3നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുപോലെ 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 2 അതിന്റെ സൈഡിൽ 3 എന്ന് എഴുതി. എന്നിട്ട് ഈ 5 സംഖ്യകളിൽ ഓരോന്നിനും ഞാൻ 3 കൊണ്ട് ഹരിക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ സംഖ്യ 1നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പം ചെറിയ സംഖ്യ അല്ലേ, അതുകൊണ്ട് ഞാൻ ആ 1നെ താഴത്തോട്ട് ഇറക്കി എഴുതി. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മേലുള്ള സംഖ്യ താഴത്തോട്ട് ഇറക്കി എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് 3ആണ്. 3നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഉത്തരം 1 കിട്ടും, 1 എഴുതി. 5നെ ഹരിക്കാൻ പറ്റില്ല 3 കൊണ്ട്, അതുകൊണ്ട് 5 ഇറക്കി എഴുതി. 7നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 7ഉം ഇറക്കി എഴുതി. 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുകൊണ്ട് 3. 9 3 എത്ര കിട്ടുക, 3. ആ ഉത്തരമാണ് ഞാൻ താഴത്ത് 3 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റെപ്പ് 3യിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. വീണ്ടും ഞാൻ ഇപ്പൊ കിട്ടിയ ഉത്തരത്തിന് താഴെ ഒരു എല്ല് വരച്ച്, എന്നിട്ട് ആ 5 സംഖ്യ, രണ്ടാമത് കിട്ടിയ കോമട്ട് എഴുതിയ 5 സംഖ്യകൾ 1, 1, 5, 7, 3, ആ ഒരു എല്ലിന്റെ ഉള്ളിലുള്ള ആ 5 സംഖ്യകളിൽ കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? അത് 1 മാത്രമേ ഉള്ളൂ, വേറെ സംഖ്യകളൊന്നുമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ 3ന് തൊട്ട് താഴെ, സ്റ്റെപ്പ് 3യിൽ 3ന് തൊട്ട് താഴെ 1 എന്ന് എഴുതി. ഓക്കെ, എല്ലിന്റെ സൈഡിൽ. ഇനി എന്ത് ചെയ്യുക, ഈ 1നെ ഈ 5 സംഖ്യകളെ കൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഞാൻ താഴത്ത് 1നെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടി, 1നെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടി, 1നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5, 1നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7, 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 4ൽ എന്ത് ചെയ്തു, ഈ നമ്മുടെ സൈഡിലുള്ള ആ രേഖമാർക്ക് കാണുന്ന സംഖ്യകളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഗുണിക്കണം. ഓക്കെ, ഒരറ്റത്തുള്ള 3 അവസാന അറ്റത്തുള്ള 3 വരെ അത്രയും സംഖ്യകൾ പരസ്പരം കൊണ്ട് ഗുണിക്കുക. അതാണ് ഞാൻ താഴത്ത് എഴുതിയത്. 3 × 1 × 1 × 1 × 5 × 7 × 3. അപ്പൊ അത് ഗുണിക്കുമ്പോൾ 3 × 5 15 ഇതാക്കി എഴുതി. 7 × 3 21 എന്നാക്കി എഴുതി. അപ്പൊ പരസ്പരം 15ഉം 21 ഗുണിക്കുമ്പോൾ 315 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ഏത് സംഖ്യകൾ തന്നാലുള്ള രസാക്ക് കാണാനുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 10 ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി 11 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.